ഒരു രാജ്യം ഒരു നിയമം എന്ന ലക്ഷ്യത്തിലേക്ക് ഭാരതം കൂടുതൽ അടുക്കുന്നു. പശ്ചിമബംഗാളിലും ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള നടപടികൾക്ക് സംസ്ഥാന സർക്കാർ തുടക്കം കുറിച്ചു. പശ്ചിമബംഗാൾ യൂണിഫോം സിവിൽ കോഡ് 2026 കരട് ബിൽ സമഗ്രമായി പരിശോധിക്കുന്നതിനായി 9-അംഗ വിദഗ്ധ സമിതിയെ സർക്കാർ പ്രഖ്യാപിച്ചു. സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് രഞ്ജൻ പ്രകാശ് ദേശായിയാണ് സമിതിയുടെ അധ്യക്ഷ. ദേശീയ ഒരുമയ്ക്കും ലിംഗസമത്വത്തിനും വലിയ പ്രാധാന്യം നൽകുന്ന ഏകീകൃത സിവിൽ കോഡ് പശ്ചിമബംഗാളിലും യാഥാർത്ഥ്യമാകുന്നു. സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ UCC കരട് ബിൽ വിലയിരുത്തുന്നതിനായി 9-അംഗ ഉന്നതാധികാര സമിതിക്ക് സർക്കാർ രൂപം നൽകി. മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ UCC സമിതികൾക്ക് നേതൃത്വം നൽകുന്ന പ്രമുഖ നിയമവിദഗ്ധയും മുൻ സുപ്രീം കോടതി ജഡ്ജിയുമായ ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായിയാണ് ബംഗാളിലെ സമിതിയെയും നയിക്കുന്നത്. മുൻ മേഘാലയ ഗവർണർ തഥാഗത റോയ്, മുൻ IAS ഉദ്യോഗസ്ഥർ, നിയമവിദഗ്ധർ, സാമൂഹിക പ്രവർത്തകർ എന്നിവരടങ്ങുന്നതാണ് സമിതി. 4 ആഴ്ചയ്ക്കകം കരട് ബില്ലിന്മേൽ വിശദമായ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സമിതിയോട് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനുശേഷം വരാനിരിക്കുന്ന ഓഗസ്റ്റ് നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കാനാണ് സുവേന്ദു അധികാരി സർക്കാരിൻ്റെ നീക്കം. വിവാഹം, വിവാഹമോചനം, ദത്തെടുക്കൽ, സ്വത്തവകാശം എന്നിവയിലെല്ലാം മതാധിഷ്ഠിത നിയമങ്ങൾക്ക് പകരം എല്ലാ പൗരന്മാർക്കും തുല്യമായ സിവിൽ നിയമം കൊണ്ടുവരിക എന്നതാണ് UCCയിലൂടെ ലക്ഷ്യമിടുന്നത്. ബഹുഭാര്യത്വം നിരോധിക്കുക, ലിംഗസമത്വം ഉറപ്പാക്കുക എന്നിവയും ഇതിൻ്റെ ഭാഗമാണ്. അതേസമയം പരമ്പരാഗത ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിനായി സംസ്ഥാനത്തെ വനവാസി ഗോത്ര വിഭാഗങ്ങളെയും കുർമി വിഭാഗത്തെയും ഈ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. ഭാരതത്തിൽ ഒരൊറ്റ നിയമമേ പാടുള്ളൂ എന്ന ശ്യാമപ്രസാദ് മുഖർജിയുടെ ആദർശമാണ് ബംഗാളിൽ നടപ്പിലാക്കാൻ പോകുന്നതെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി വ്യക്തമാക്കി. എന്നാൽ സർക്കാരിൻ്റെ നീക്കത്തിനെതിരെ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ബംഗാൾ രാഷ്ട്രീയത്തിൽ UCC ബിൽ വലിയ ചർച്ചകൾക്കും നിയമ പോരാട്ടങ്ങൾക്കും വഴി തുറക്കുമെന്നുറപ്പാണ്. ജനം, ഡൽഹി.